ഹലോ ഗായ്സ്, അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സിമ്പിൾ ചിക്കൻ കറി റെസിപ്പി നോക്കിയാലോ? നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2-3 സവാള സ്ലൈസാക്കി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പിലയും തക്കാളിയും ഒന്ന് പെരിഞ്ചീരകം, കറുവപ്പട്ട, ഗ്രാമ്പൂ അതൊക്കെ കുറച്ചെടുത്താൽ വേണ്ടി അത്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും ചെറിയുള്ളി ചതച്ചതും, അതുപോലെ തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ ചിക്കൻ മസാല ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേർത്താണ്. ചിക്കൻ മസാല ഇട്ടില്ലെങ്കിലും ഈ കറിക്ക് നല്ല ടേസ്റ്റ്, അതുപോലെ ടേസ്റ്റ് കിട്ടും. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിലേക്ക് നമുക്ക് ഈ പെരുജീരകം, പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിന് ഒരു മസാല പോലെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് ഇത് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ചെറിയുള്ളി ചതച്ചതും, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചില്ല, അതൊക്കെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഒരു മുറി നാരങ്ങ, അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു മുറി നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ കുരുവൊക്കെ കളഞ്ഞ് ചേർത്ത് കൊടുത്താലുള്ള ഗുണം എന്ന് വെച്ചാൽ മസാലയിൽ നിന്ന് അധികം പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടു പോറില്ല, മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും അതിലേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മുടെ കല്ലുപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, പൊടിയപ്പാണെങ്കിലും ചേർത്തോളൂ, ആവശ്യത്തിന് ചേർക്കണം. 2 തണ്ട് കറിവേപ്പിലയും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. സ്പൂണോട് ഞങ്ങൾക്ക് മിക്സ് ചെയ്യാം. ഇവിടെ നമ്മൾ കൈ കൊണ്ടാണ് ചെയ്യണത്. കൈ കൊണ്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവിടെയും നന്നായിട്ട് മസാല പിടിക്കും, കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം കേട്ടോ. ആ മസാല എല്ലാവിടെയും ഒന്ന് ആവണമെന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് എരിവാണ് ഇവിടെ, അതുകൊണ്ട് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യം വേണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഒരു അരമണിക്കൂർ അതൊന്ന് അടച്ച് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്താൽ മതി. ഒരുപാട് എണ്ണ ആഡ് ചെയ്യേണ്ട, അതാണ് ഈ റെസിപ്പിയുടെ ഗുണം എന്ന് വെച്ചാൽ ഒരുപാട് എണ്ണ ആഡ് ചെയ്താൽ നമ്മുടെ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യും. അത് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അതിലേക്ക് നമ്മൾ സ്ലൈസായി വെച്ച സവാള അതിലേക്ക് ചേർത്തെടുത്തിട്ട് ഒരു ബ്രൗണിഷ് കളർ ആവണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴഞ്ഞ് വന്ന് ഒരു ബ്രൗണിഷ് കളറായ ശേഷം അതിലേക്ക് ചെറിയുള്ളി ക്രഷ് ചെയ്ത് മാറ്റി വെച്ച് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 10 ചെറിയുള്ളിയൊക്കെ മതി കേട്ടോ, 10 തന്നെ ഇതിലുണ്ടാവുള്ളൂ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് വെച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ഒരു ബ്രൗണിഷ് കളറാണ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ അത് ഇളക്കി കൊടുത്ത ശേഷം ഒരു ബ്രൗണിഷ് കളറാണ് ആയ ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഒരു തക്കാളി നമ്മൾ എടുത്തിട്ടുള്ളൂ, അത് ആഡ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് ഇത് ഇളക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് ഇളക്കണം പറഞ്ഞിട്ട് കുറച്ച് കൊടുത്തതാണ്. കഴിഞ്ഞിട്ട് പിന്നെ അത് ആ മസാലയൊക്കെ സെറ്റ് ആയതിനു ശേഷം നമ്മൾ മാറ്റി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം ഒരു 15 മിനിറ്റ് ഇളക്കിയ ശേഷം 15 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇപ്പം തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇപ്പോൾ ഒന്ന് ഇളക്കി 15 മിനിറ്റ് അടച്ച് വെച്ച ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം വെള്ളം ഇതിൽ തന്നെ നമുക്കൊന്നിങ്ങനെ വരും, ഈ ചിക്കൻ ആയതുകൊണ്ട് വെള്ളം അതിൽ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ചിക്കൻ ടൈറ്റായി കിട്ടില്ല, സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇളക്കിയിട്ട് ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച ശേഷം വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞങ്ങളോട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു, കാരണം കറി പോലെയാണ് വെക്കുന്നത്. വെള്ളം ആഡ് ചെയ്ത ശേഷം ഒന്ന് ഇളക്കിയ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ചിക്കൻ കറി റെസിപ്പിയാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നിട്ട് ലാസ്റ്റ് 2 തണ്ട് കറിവേപ്പിലയും മല്ലിത്തളയും പച്ച വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. അപ്പോൾ ബൈ ഗായ്സ്.